വചനമൊഴി സെപ്റ്റംബർ 30. വചനഭാഗം തീത്തോസ് 2:11-14, മർക്കോസിന്റെ സുവിശേഷം 9:42-48. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. ഇരുകൈകളുമുള്ളവനായി നരകത്തിലേക്കിടാത്ത അഗ്നിയിൽ നിപതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ പാദം നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. 2 പാദങ്ങളും ഉള്ളവനായി നരകത്തിലെറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്തു കളയുക. 2 കണ്ണുകളുമുള്ളവനായി നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നുമില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ദുർമാതൃക നൽകുന്നവരായി മാറരുത് എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഇടർച്ച നൽകുന്നതായി മാറാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ അനുയായികളായി ഈശോയുടെ നാമത്തിൽ ജീവിക്കുന്നവരുടെ പ്രവൃത്തികൾ എപ്പോഴും നന്മയ്ക്ക് ഉതകുന്നതായിരിക്കണം. ജഡത്തിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് ആത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ഇന്നലെ പൗലോസ്ലീഹ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചതാണ്. ജഡത്തിന്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം മിശിഹായുടെ അനുയായിയുടെ ജീവിതം. സമൂഹത്തിൽ ദുർമാതൃക നൽകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാവരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ദുർമാതൃക വളരെ വലിയ തെറ്റായാണ് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് ദുർമാതൃക കാണിക്കുന്നവനെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തണമെന്ന് പറയുന്നത്. കാരണം ഒരിക്കലും തിരിച്ചു വരാൻ ഇടയാകരുത് എന്നർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിന്റെ അവയവങ്ങൾ നിനക്ക് ദുർമാതൃകയ്ക്ക് കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ അത് മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത്. സഭയെ മിശിഹായുടെ ശരീരമായിട്ടാണ് കാണുന്നത്. സഭയിൽ ഏതെങ്കിലുമൊക്കെ വിധത്തില് ദുർമാതൃക കാണിക്കുന്നത് വലിയ തെറ്റാണ്. അപ്രകാരമുള്ളതിനെ മുറിച്ചു മാറ്റണമെന്നാണ് ഈശോ പറയുന്നത്. ആദിമ സഭയിൽ ഏതെങ്കിലുമൊക്കെ വിധത്തില് ദുർമാതൃക കാണിച്ചിരുന്നവരെ സഭയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതുകൊണ്ടാണ് കണ്ണാണെങ്കിലും കൈയാണെങ്കിലും ദുർമാതൃക കാണിക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ചു നീക്കണമെന്ന് പറയുന്നത്. അനുദിന ജീവിതത്തിൽ ആത്മാവിന്റെ പ്രവൃത്തികൾ അനുഷ്ഠിച്ച് മാതൃകാപരമായ ജീവിതം നാം ആയിരിക്കുന്ന സ്ഥലത്ത്, അത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നാം ഇടപെടുന്ന ഇടങ്ങളിലാണെങ്കിലും മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.